ലോക ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ നാളിതുവരെ ഏതെങ്കിലും ഗോൾ കീപ്പർക്ക് ബാലൻഡോർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടോ? ആ കറുത്ത നിഴൽ രൂപത്തിൻ്റെ വിരൽത്തുമ്പിൽ തട്ടി പന്ത് കോർണറിലേക്ക്. ഒരേകാഗിയെപ്പോലെ ഗോൾ പോസ്റ്റ് കാക്കുന്ന ഗോൾ കീപ്പറായ ഹിഗ്വിറ്റയെക്കുറിച്ച് NS മാധവൻ ഒരു കഥ എഴുതിയിട്ടുണ്ട്. ഗോൾ കീപ്പർമാർ ഫുട്ബോളിലെ ഒറ്റപ്പെട്ട മനുഷ്യരാണ്. ഒരു സ്ട്രൈക്കർ പന്ത് പുറത്തേക്ക് അടിച്ചാൽ അവന് മറ്റൊരവസരം ലഭിക്കും. ഒരു മിഡ്ഫീൽഡർ തെറ്റായ പാസ് നൽകിയാൽ ടീം അത് പെട്ടെന്ന് മറക്കും. എന്നാൽ ഒരു ഗോൾ കീപ്പർ 89-ാം മിനിറ്റ് വരെ അത്ഭുതങ്ങൾ കാട്ടി ഗോളുകൾ സേവ് ചെയ്താലും 90-ാം മിനിറ്റിൽ ഒരു പിഴവ് പറ്റിയാൽ അയാൾ അവിടെ ഒരു വില്ലനായി മാറും. അതുകൊണ്ടാണ് ഫുട്ബോൾ ആരാധകർ വിശ്വസിച്ചത് ഫുട്ബോളിലെ ഉന്നത പുരസ്കാരമായ ബാലൻഡോർ ഒരിക്കലും ഒരു ഗോൾ കീപ്പർക്ക് ലഭിക്കില്ലെന്ന്. എന്നാൽ ചരിത്രം എന്ന് പറയുന്നത് സാധാരണക്കാരുടെ വിശ്വാസങ്ങൾ തകർക്കാൻ കൂടിയുള്ളതാണ്. അത് തകർത്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു. ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാൾ. അയാളുടെ പേരായിരുന്നു ലെവ് യാഷിൻ. മോസ്കോയിലെ അതികഠിനമായ ശൈത്യവും യുദ്ധത്തിൻ്റെ പുകപടലങ്ങളും നിറഞ്ഞ തെരുവുകളിലാണ് യാഷിൻ വളർന്നത്. 16-ാം വയസ്സിൽ ഒരു ഫാക്ടറി തൊഴിലാളിയായി ജീവിതം ആരംഭിക്കുമ്പോൾ യാഷിൻ്റെ സ്വപ്നങ്ങളിൽ ഫുട്ബോൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ വിധി അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത് ഗോൾ പോസ്റ്റിന് മുന്നിലായിരുന്നു. ഡൈനാമോ മോസ്കോയിൽ കളി ആരംഭിച്ച യാഷിൻ്റെ തുടക്കം അത്ര സുഖകരമായിരുന്നില്ല. കളിക്കിടെ സംഭവിച്ച ചില അബദ്ധങ്ങൾ അദ്ദേഹത്തെ വിമർശനത്തിൻ്റെ തീച്ചൂളയിലാക്കി. ടീം മാനേജ്മെൻറ്റ് ഒന്നടങ്കം പറഞ്ഞു, ഇനി ഇവനെ കൊണ്ട് ഒന്നും കഴിയില്ല. ആ വാചകത്തിൽ സാധാരണക്കാരായിരുന്നെങ്കിൽ തകർന്നു പോയേനെ. പക്ഷേ യാഷിൻ മൗനിയായി പരിശീലിക്കുകയായിരുന്നു. ഗോൾ വരയ്ക്കുള്ളിൽ ഒതുങ്ങിക്കൂടാതെ ഡിഫൻസിനെ സഹായിക്കാൻ അദ്ദേഹം മുന്നോട്ടേക്കിറങ്ങി. അന്നത്തെ കാലത്ത് അതൊരു വിപ്ലവം തന്നെയായിരുന്നു. സൂപ്പർ കീപ്പർ എന്ന് വിളിക്കുന്ന ഇന്നത്തെ ശൈലിക്ക് തുടക്കമിട്ടത് യഥാർത്ഥത്തിൽ ലെവ് യാഷിനാണ്. പ്രഗത്ഭരായ സ്ട്രൈക്കർമാരും മിഡ്ഫീൽഡർമാരും ഉണ്ടായിരുന്ന ആ കാലത്ത് യാഷിൻ ഗോൾ പോസ്റ്റിന് മുന്നിൽ എന്തത്ഭുതമാണ് കാണിച്ചത്. ലോകം കണ്ട ഏറ്റവും മികച്ച ആ സേവ് ഒന്നു മാത്രം മതി യാഷിന് ബാലൻഡോർ പുരസ്കാരം നേരിട്ട് കൊടുക്കാൻ. 1963 വെംബ്ലി സ്റ്റേഡിയം. ഇംഗ്ലണ്ടിൻ്റെ 100-ാം വാർഷികാഘോഷ മത്സരത്തിലാണ് ആ രംഗം പിറന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു വേൾഡ് ഓൾ സ്റ്റാർ ടീം ഒരു വശത്ത്, മറുവശത്ത് ഇംഗ്ലണ്ടിൻ്റെ ദേശീയ ടീം. ശക്തരായ ഇംഗ്ലീഷ് മുന്നേറ്റ നിര ഓൾ സ്റ്റാർ ടീമിൻ്റെ ഗോൾ പോസ്റ്റിലേക്ക് നിരന്തരമായി ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നു. പെട്ടെന്നാണ് ആ ഒരു നിമിഷം വന്നത്. വലതു ഭാഗത്തു നിന്ന് പറന്നു വന്ന ഒരു ക്രോസ് ഇംഗ്ലീഷ് താരം ഹെഡ് ചെയ്ത് പോസ്റ്റിൻ്റെ ഏറ്റവും വലത്തെ മൂലയിലേക്ക് അയക്കുന്നു. പന്ത് നേരെ വലയുടെ മൂലയിലേക്ക്. ഗോളെന്നുറപ്പിച്ച് സ്റ്റേഡിയത്തിലെ കാണികൾ ആവേശത്തോടെ ആർപ്പ് വിളികളോടെ എഴുന്നേറ്റു. പക്ഷേ പന്ത് വലയിൽ എത്തുന്നതിനു മുമ്പേ കറുത്ത ജേഴ്സി അണിഞ്ഞ ഒരു നിഴൽ വായുവിലൂടെ പറക്കുന്നുണ്ടായിരുന്നു. ആ കറുത്ത നിഴൽ രൂപത്തിൻ്റെ വിരൽത്തുമ്പിൽ തട്ടി പന്ത് കോർണറിലേക്ക്. ലെവ് യാഷിൻ എന്ന കറുത്ത ചിലന്തി അന്ന് ലോകത്തെ വിസ്മയിപ്പിക്കുകയായിരുന്നു. ആ ഒരു നിമിഷം കൊണ്ട് വെംബ്ലി സ്റ്റേഡിയം നിശബ്ദരായി. ഇംഗ്ലണ്ടിൻ്റെ ആരാധകർ പോലും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. പന്ത് തടയുകയല്ല, മറിച്ച് ഫുട്ബോളിനെ ഒരു സർക്കസ് കലയാക്കി മാറ്റുകയായിരുന്നു ആ മനുഷ്യൻ. ആ വർഷാവസാനം ഫുട്ബോൾ ലോകം അമ്പരക്കുകയായിരുന്നു. ലോകത്തിലെ പേരെടുത്ത സ്ട്രൈക്കർമാരെയും പ്ലേമേക്കർമാരെയും പിന്നിലാക്കി ബാലൻഡോർ പുരസ്കാരം ലെവ് യാഷിന് ലഭിച്ചു. ഇന്ന് മെസ്സിയും റൊണാൾഡോയും അടക്കി വാഴുന്ന ഫുട്ബോൾ ലോകത്ത് ബാലൻഡോർ നേടിയ ഒരേയൊരു ഗോൾ കീപ്പർ ലെവ് യാഷിനാണ്. എത്രയോ ഗോൾ കീപ്പർമാർ പിന്നീട് വന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു ഗോൾ കീപ്പർ പിന്നീട് ബാലൻഡോർ നേടാതിരുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഇക്കാര്യത്തിൽ പറയാനുണ്ടെങ്കിൽ താഴെ പറയുക.